കാട്ടിന് നടുക്കാണ്. ഒരു 3 മണിയൊക്കെ ആയി. അത് കലിങ്കൽ വിശ്രമിച്ചു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി ഇരുമുടി കെട്ടുമായിട്ട് ആറന്മുളയിൽ നിന്നാണ് വരുന്നത്. ഒരു കുട്ടി മാത്രം വന്നു, നമുക്ക് ഒരുമിച്ച് പോവാം സ്വാമി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി എന്നാണ്. അത് നമ്മൾ പലരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷെ എന്റെ അനുഭവം അത്. തിരുവാഭരണ ഘോഷയാത്രയുടെ രാജപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരു മുജ്ജന്മ സുഹൃതാണ്. അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുവാനാണ് ഭഗവാൻ ഈ മകരവിളക്കിന് ഈ ആഭരണങ്ങൾ അണിയുന്നത്. ഭഗവാനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പുക്കിൾക്കൊടി ബന്ധമാണ്, ഒരിക്കലും മുറിച്ചു കളയാൻ പറ്റാത്തതാണ്. തിരുവാഭരണ പാതയുടെ ഓരങ്ങളിൽ ജനസഹസ്രങ്ങളാണ് കാത്തു നിൽക്കുക. ഓരോ പോയിന്റ് അവരെ എല്ലാം വിഭൂതി നൽകി അനുഗ്രഹിച്ചാണ് തമ്പുരാൻ പോവുക. പതിനെട്ടാമ്പടിയിൽ എത്തിക്കഴിഞ്ഞാൽ മേൽശാന്തി വന്ന് തമ്പുരാനെ കാല് കഴിച്ച് സ്വീകരിക്കുകയാണ്. അച്ഛനെ കാല് കഴിച്ച് കൈ പിടിച്ചാണ് കൊണ്ടുപോവുക, പതിനെട്ടാമ്പടി കയറ്റുക. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. ഇരുമുടി ഇല്ലാതെ പടി കയറാൻ പറ്റുന്നത് നമുക്കാണ്. മകരസംക്രമ ദിവസം തമ്പുരാൻ ശബരിമലയിൽ എത്തില്ല. കാളികപ്രത്തമ്മയുടെ എഴുന്നള്ളിപ്പാണ് ഭക്തരെ ഒത്തിരി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പന്തളത്തെ സ്ത്രീജനങ്ങള് അമ്മമാരൊന്നും ശബരിമലയ്ക്ക് ഒരു എത്ര പ്രായമായാലും പ്രായ വ്യത്യാസമില്ലാതെ പോകാൻ പാടില്ല എന്നാണ്. ഭഗവാൻ ഞാനിവിടെ ഉണ്ട്, പിന്നെന്തിനാ കഷ്ടപ്പെട്ട് അങ്ങോട്ട് വരുന്നത്? തിരുവാഭരണം ആ തലയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്വാമിക്ക് എന്തോ ഒരു പ്രത്യേക ശക്തി കിട്ടുകയാണ്. ഭഗവാൻ കൊടുക്കുന്ന ശക്തിയാണ്. ഇത്രയും ദൂരം ഈ നമ്മൾ സാധാരണ ഒരു വെയിറ്റ് വെച്ച് നടക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇത് ഓടുകയാണ്.